എൻ ശ്രീകുമാർ, താങ്കളോടാണ്. ഇന്നിപ്പോൾ കെ മുരളീധരനും ശശി തരൂരും കെ സി ജോസഫും വി എം സുധീരനുമൊക്കെ ഇന്നലെ കാണിച്ച ആവേശ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, പക്വത കാണിക്കണം, വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെ. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വി ഡി സതീശൻ വല്ലാതെ ആവേശം കാണിച്ച് 83-85 സീറ്റ് വരെ കിട്ടും, എറണാകുളം ഇടുക്കി ജില്ലകളൊക്കെ തൂത്തുവാരും എന്നൊക്കെ പറഞ്ഞതിൽ ചില അപകടമുണ്ട്, അത്രയൊന്നും അല്ല കൃത്യമായ കണക്കുകൾ നോക്കുമ്പോൾ എന്ന് മനസ്സിലാക്കുകയാണോ UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ? അല്ല ശ്രീ ഡോക്ടർ ലാലെ, അവർ പറഞ്ഞതല്ല താങ്കളിപ്പോൾ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണമെന്നോ എന്നതിനെക്കുറിച്ച് 1-2 കോൺഗ്രസിൻ്റെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ആ ജില്ലയിലുള്ള DCC പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞു കാണും. അത് അവരുടെ ഒരു ആവേശത്തിൽ അവരുടെ നേതാക്കൾ മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറയും. അതിനെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. കെ സി ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് വായിച്ചു നോക്കിയാൽ അറിയാം. അതുപോലെ മറ്റ് 2 പേരും പത്രലേഖകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് പറഞ്ഞത്. അത് മറ്റേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അതെന്തെന്ന് ആവശ്യമില്ല. അതിപ്പം ഒരാവേശത്തിൽ അങ്ങനെ പറയും. അല്ല, പതിവ് പോലെ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ താങ്കളെപ്പോലുള്ളവരൊക്കെ പറയാറുള്ളത് പോലെ കോൺഗ്രസ് അല്ലേ ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ, CPM ആണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല, ഇടതുപക്ഷം അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ വേണമെങ്കിൽ ഇതിനെ അങ്ങ് തള്ളിവിടാമായിരുന്നല്ലോ. അവരുടെ ആവേശം അവർ കാണിക്കട്ടെ എന്ന് വെച്ചാൽ മതിയല്ലോ. പക്ഷെ അതല്ല, ആളുകളെ കൊണ്ട് പറയിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ അവർ ഉദ്ദേശിച്ചത്? അതായത് അങ്ങനെ മുഖ്യമന്ത്രി പദവും ഉപമുഖ്യമന്ത്രി പദവും ഒന്നും ആലോചിക്കാറായിട്ടില്ല, ആദ്യം ജയിക്കട്ടെ പിന്നീട് മതിയല്ലോ എന്നാണല്ലോ. അപ്പോൾ അതിൽ സംശയമുള്ളതുപോലെ അല്ലേ? അല്ലല്ല, അത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞു, സംശയമില്ല. പെട്ടി പൊട്ടിക്കുക വേണ്ടു. ഇനി UDF വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞു, അതിൽ ആ സംശയമില്ല. ഇനിയിപ്പോൾ നമുക്കതിൽ വിശ്വാസക്കുറവൊന്നുമില്ല. അത് കേരളത്തിന് മാത്രമുള്ള ഇതാണോ? മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇതുപോലെയാണോ? പെട്ടി ഇനി പൊട്ടിച്ചാൽ മതി, ആദ്യമേ ഭരണക്കാരെ തീരുമാനിക്കാം, അങ്ങനെയാണോ? ഇതെന്ത് പുതിയ തെരഞ്ഞെടുപ്പ് രീതിയാണോ? എന്താ മനസ്സിലായില്ല, അത് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ലാലെ, ഈ ഡോക്ടർ ലാലെ നമ്മളെങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കുക? എങ്ങനെയാണ് നമ്മുടെ നേതാക്കളുടെയൊക്കെ പ്രതികരണം, അവരുടെ ഭാവം, അങ്ങനെ അതിൽ നിന്നൊക്കെയല്ലേ മനസ്സിലാക്കുക. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് UDF നേതാക്കളുടെ ആ ഭാവവും അവരുടെ അഭിപ്രായവും LDF നേതാക്കളിൽ പലരെയും കാണാത്തതും രംഗത്ത് വന്നവർ തന്നെ അവരുടെ ഒരു ജനങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് ഏറ്റെടുക്കും എന്ന LDF കൺവീനർ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസമില്ലേ? അതിൻ്റെ ആ ഒരു വ്യത്യാസം. അല്ല, LDF-ൻ്റെത് CPM-ൻ്റെ CPI നേതാവ് ബിനോയ് വിശ്വം എന്ന് പറയുന്നുണ്ടായിരുന്നു വീണ്ടും LDF 3.0 തന്നെ ഉണ്ടാകുമെന്ന്. അത് പക്ഷേ CPM-ൻ്റെ കമ്മിറ്റികളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ കൂടാനിരിക്കുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവരുടെ അഭിപ്രായവും വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മിനിഞ്ഞാന്നാണല്ലോ, അത് കഴിഞ്ഞ് രാത്രിയിൽ ഇന്നലെ രാവിലെയോടുകൂടിയൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം പോലും കൃത്യമായി വന്നത്. അതിനുശേഷം ആ പോളിംഗ് ശതമാനത്തിൽ വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നത് പോലും ശരിയല്ല എന്ന് ഇന്നൊക്കെയാണല്ലോ അത് തെളിഞ്ഞു വന്നത്. അപ്പോൾ അതിലൊക്കെ ഇനിയും തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്വതയൊക്കെ ഉള്ളവർ ഇനിയേ തീരുമാനിച്ച കാര്യങ്ങൾ പറയുകയുള്ളൂ. പക്ഷെ അതിന് മുൻപ് തന്നെ കോൺഗ്രസ്സിൽ ഇത്തരം ചില കാര്യങ്ങൾ വരുന്നതിന് കാരണം അവർ ഇതും ഒരു ആഘോഷമായി കച്ചവടമായി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചില പ്രമുഖ ചാനലുകളുടെ വിത്തിൻ കോട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിലുള്ള പ്രമുഖ ചാനലുകളുടെ വിശകലനത്തിൽ അവരുടെ ചാനൽ മുതലാളിമാർ തന്നെ പറഞ്ഞതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. ഇങ്ങനെയാണ് ഇവർ ഇതും ഒരു അവസരമാക്കി ഉപയോഗിക്കുകയാണ്, ഞങ്ങളിനി ജയിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത 1 മാസം വീണ്ടും പിരിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് ഇവരെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ, താങ്കൾ കേട്ട് കാണും. ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണത്. താങ്കൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. അതൊക്കെ വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഇപ്പോൾ കേരളത്തിലൊരു UDF-ന് ഭരണമാറ്റം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത് കോൺഗ്രസ്സുകാരും അതുപോലെ UDF നേതാക്കളും മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ജയപ്രഭാഷ്, ഡോക്ടർ ഗോപകുമാർ, അതുപോലെ ഉള്ള ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നിരീക്ഷിക്കുന്നവർ. ഡോക്ടർ പ്രഭാഷൊന്നും ഒരിക്കലും കോൺഗ്രസ്സോ UDF-ഓ അല്ല. അപ്പോൾ അവരൊക്കെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചില CPM അനുഭാവികളായ പത്രപ്രവർത്തകർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നൊരു ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വനിതയുടെ പത്രപ്രവർത്തകരെ ഞാൻ കണ്ടത്, അതൊരു വനിതാ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടിയിരുന്നെങ്കിൽ
ഒന്നുകൂടെ LDFന് മെച്ചമാകുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ധാരണയുണ്ട് എന്താ LDF ഇനി വരില്ല എന്ന്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനീ പറഞ്ഞത് UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഞാൻ ഇവരുടെയൊക്കെ അസസ്മെന്റ് വെച്ചുകൊണ്ട് ആരും LDF വരുമെന്ന് പറഞ്ഞിട്ടില്ല. പറയാണ് ഞാൻ പറയാം LDF ഇതുവരെ മാധ്യമങ്ങളിൽ കണ്ട എല്ലാ സർവേകളിലും താങ്കൾ തന്നെ നോക്കൂ, എല്ലാവരും എഡ്ജ് കൊടുത്തിരിക്കുന്നത് LDFനാണ്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ 1-2 പേരൊക്കെ, ഇവരൊക്കെ എനിക്കും അറിയാം, നിരീക്ഷകർ ആയി വരുന്നവരാണ്, ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് പഠിക്കുന്നവരാണ്, ഞാനും അവരുടെ കൂടെയൊക്കെ പഠിച്ചവരും ഒക്കെ തന്നെയാണ്, എൻ്റെ അധ്യാപകരും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ. പക്ഷേ അവരൊക്കെ ഇത്തവണ ഏതെങ്കിലും സർവേ നടത്തിയിട്ട് പറഞ്ഞതല്ല, അവരുടെ ചില നിരീക്ഷണങ്ങളാണ്. താങ്കൾ ആ നിരീക്ഷണം കേട്ടിട്ടാണ് ഇത് വിശ്വസിക്കുന്നത്. അത് കേട്ട് ഇനിയിപ്പോൾ പെട്ടിപൊട്ടിക്കേ വേണ്ടൂ, നമുക്ക് മന്ത്രിസഭ തന്നെ ഉണ്ടാക്കാനുള്ള സമയമായി എന്ന് കരുതുന്ന ആവേശ കമ്മിറ്റിക്കാർ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ആളുകളെ കൊണ്ട് പറയിക്കുകയല്ലേ? നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ ഡോക്ടർ ജയപ്രഭാഷിനെയും ഡോക്ടർ KS പവിത്രനെയും ഒക്കെ അറിയാമല്ലോ, ഡോക്ടർ ഗോപകുമാറിനെയൊക്കെ അറിയാമല്ലോ. അപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരീക്ഷിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇവരുടെ നിരീക്ഷണത്തിൽ വിശ്വസിച്ച് പറഞ്ഞതല്ല. പ്രീ പോൾ സർവേയിലെ ചാനലുകൾ എല്ലാവരും LDFന് എഴുതി കൊടുത്തത് അതൊരു PR വർക്കിൻ്റെ ഭാഗമായിരുന്നു. അത് തിരിച്ചടിയായി സത്യത്തിൽ LDFന്. ഈ ചാനലുകളൊക്കെ PR വർക്കിൽ പെട്ട് പൈസ വാങ്ങി ചെയ്തതാണെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? PR വർക്ക് എന്ന് വെച്ചാൽ മനോരമ പോലും മനോരമയിൽ പോലും പിണറായി വിജയൻ വീണ്ടും വരാൻ പോകുന്നു എന്ന തരത്തിൽ വന്ന പ്രീ പോൾ സർവേകളെ താങ്കൾ തള്ളി പറയുകയാണോ? നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഇടപെടൂ. അതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് ഇടപെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംശയം വരുന്നത്. ഇപ്പോൾ LDF ജയിക്കില്ല എന്ന് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് സമാധാനമാവും. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ടും നമുക്ക് ചില നിഗമനങ്ങൾ ഉള്ളതുകൊണ്ടും UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടും ഒരുപക്ഷെ ഞാൻ കുറച്ച് കടത്തി പറഞ്ഞു തന്നിരിക്കും. അത് ആദ്യം മനസ്സിലാക്കൂ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് മലയാള മനോരമ പറഞ്ഞത് 85 സീറ്റ് വരെ UDFന് കിട്ടി അധികാരത്തിൽ വരുന്നതാണ്. നേരെ മറിച്ച് മറ്റ് ചില ചാനലുകൾ എഡ്ജ് കൊടുത്തു. എങ്ങനെ? അതായത് ഇത്ര മണ്ഡലം പിടിച്ചെടുക്കും, എന്നാൽ LDF മുന്നിൽ. ഇത് അപകടകരമായി ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഡോക്ടർ ലാലെ? ഇതിൽ വിശ്വസിച്ച് ഒരു വിഭാഗം LDF പ്രവർത്തകർ ഇരുന്നു, ഞങ്ങൾ തന്നെ വരും. നേരെ മറിച്ച് അപ്പുറത്ത് അവരൊരു ഗ്യാരണ്ടി കൊണ്ടുവന്ന് ആ ഗ്യാരണ്ടി ചർച്ചയാക്കിയിട്ട് അവർ വേർത്ത് കുളിച്ച് പണിയെടുത്ത്. എന്തിനറിയോ? 10 വർഷം ഒരു പ്രതിപക്ഷത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ചർച്ച. നോക്കൂ ഡോക്ടർ ലാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? UDF ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരും എന്നാണ് ചർച്ച. ആ ചർച്ചയുടെ പശ്ചാത്തലവും ചുവടും പിടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നാളെ പെട്ടി പൊട്ടിക്കുമ്പം LDF അധികാരത്തിൽ വന്നാൽ അന്ന് ശ്രീകുമാർ പറഞ്ഞു, ശ്രീകുമാർ പൊട്ടിപ്പോയി എന്നൊക്കെ പറയാം. ഞാൻ സാഹചര്യം വെച്ചുകൊണ്ട് ഇന്നത്തെ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ നമുക്ക് പറയാം. നമ്മളെ ഈശ്വര ചൈതന്യമൊന്നും നമുക്കില്ലല്ലോ. ശരി.